ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2023 വർഷത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റഡായ 66ഓളം കമ്പനികളിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും ലോക്കിൻ പീരീഡ് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 അവസാനിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന അപ്ഡേറ്റ്. അതായത് ഈ ഏപ്രിൽ മാസം മുതൽ ജൂൺ മാസം വരെ 2023 ലിസ്റ്റഡായ പല കമ്പനികളിലെയും ആങ്കർ ഇൻവെസ്റ്റേഴ്സും പ്രൊമോട്ടേഴ്സും സ്റ്റേക്ക് സെല്ലിംഗ് നടത്താൻ സാധ്യതയുണ്ട്. ഒരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ആ കമ്പനിയിലെ ആങ്കർ ഇൻവെസ്റ്റേഴ്സും പ്രൊമോട്ടേഴ്സും ഒരു നിശ്ചിത കാലയളവിലേക്ക് ഈ കമ്പനിയുടെ ഷെയറുകൾ വിറ്റഴിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട്. ഈ കാലയളവിനെയാണ് ലോക്കിൻ പീരീഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 66ഓളം കമ്പനികളിലായി 17.7 ബില്യൺ രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകളാണ് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 ഓപ്പൺ ഫോർ സെയിൽസിനായി എത്തുന്നത്. ആദ്യം തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെയും ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ലോക്കിൻ പീരീഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഒരു കമ്പനി അതിൻ്റെ IPOയുമായി പബ്ലിക്കിന് മുന്നിൽ എത്തുന്നതിന് മുൻപേ തന്നെ ആ കമ്പനിയിൽ പൊസിഷൻ എടുക്കാൻ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് അവസരമുണ്ട്. കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡായി ആദ്യ 30 ദിവസം കഴിഞ്ഞിട്ട് ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പകുതി ഷെയറുകൾ വിറ്റഴിക്കാവുന്നതാണ്. 90 ദിവസം പൂർത്തിയാവുകയാണെങ്കിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് അവർ പൊസിഷൻ എടുത്ത 100% ഷെയറുകളും വിറ്റഴിക്കാം. ഇനി പ്രൊമോട്ടറിന് അവരുടെ 20% സ്റ്റേക്ക് വിറ്റഴിക്കുന്നതിന് കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡായി 18 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ കണക്ക് പ്രകാരം ഏപ്രിൽ മാസത്തിൽ 8 കമ്പനികളുടെ ലോക്കിൻ പീരീഡ് അവസാനിക്കുകയാണ്. GJ കെമിക്കൽസ്, പോപ്പുലർ വെഹിക്കിൾ ആൻഡ് സർവീസസ്, എക്സികോം ടെലി സിസ്റ്റംസ്, RK സ്വാമി, ഗോപാൽ സ്നാക്സ്, ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് തുടങ്ങിയ കമ്പനികളുടെ ലോക്കിൻ പീരീഡ് അവസാനിച്ച് 2 മുതൽ 6% ഷെയറുകൾ ഓപ്പൺ ഫോർ സെയിൽസിനായി എത്തും. ഇതുകൂടാതെ മുക്ക പ്രോട്ടീൻസ്, ജ്യോതി CNC ഓട്ടോ, എപക് ഡ്യൂറബിൾസ്, മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ, നോവ അഗ്രിടെക് തുടങ്ങിയ കമ്പനികളുടെയും ലോക്കിൻ പീരീഡ് അവസാനിക്കും. ഈ കമ്പനിയിൽ നിന്നും ഷെയറുകൾ ഓപ്പൺ ഫോർ സെയിൽസിനായി എത്തും. ഇതുകൂടാതെ ഭാരത് ഹൈവേ ഇൻവിറ്റ് എന്ന കമ്പനിയുടെ 19% ഷെയറുകൾ, അതായത് 82.6 മില്യൺ ഷെയറുകളാണ് ഏപ്രിൽ മാസത്തിൽ ഓപ്പൺ ഫോർ സെയിൽസിനായി എത്തുക. മെയ് മാസത്തിൽ മാർക്കറ്റിൽ മികച്ച റിട്ടേൺ നൽകിയതും വളരെ പോപ്പുലർ ആയിട്ടുള്ള പല കമ്പനികളുടെയും ലോക്കിൻ പീരീഡ് അവസാനിക്കുന്നുണ്ട്. ടാറ്റ ടെക്നോളജി, ഇറാഡ, ഡോംസ്, ഹൊണാസ കൺസ്യൂമർ, സെല്ലോ വേൾഡ്, ഫ്ലെയർ റൈറ്റിംഗ്, അയണോക്സ് ഇന്ത്യ, ഗാന്ധാർ ഓയിൽ, JSW ഇൻഫ്ര, മുത്തൂറ്റ് മൈക്രോഫിൻ, മോട്ടിസൺസ് ജുവലേഴ്സ്, RBZ ജുവലേഴ്സ് തുടങ്ങിയ കമ്പനികളുടെ ലോക്കിൻ പീരീഡാണ് മെയ് മാസത്തിൽ അവസാനിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കമ്പനികളിലെല്ലാം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ചിലപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെയും സ്റ്റേക്ക് സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്ന മാസങ്ങളിൽ ഈ സ്റ്റോക്കുകളൊക്കെ കൂടുതൽ വോളറ്റൈലാകാൻ സാധ്യതയുണ്ട്. ഇനി മറ്റ് ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ ഫുഡ്സ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹിന്ദുസ്ഥാൻ ഫുഡ് 7.51% ഉയർന്ന് 508 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 669, 52 വീക്ക് ലോ 467. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ ഫുഡ്സ് എന്ന കമ്പനി. ഹിന്ദുസ്ഥാൻ ഫുഡ് FMCG കമ്പനികളായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരിക്കോ തുടങ്ങിയ കമ്പനികൾക്ക് വേണ്ടി പാക്കേജ്ഡ് കൺസ്യൂമർ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ഫുഡ്സ് അതിൻ്റെ പ്രവർത്തനം ഫുട്വെയർ സെഗ്മെൻറ്റിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ ഫുഡ്സിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായ KNS ഷൂ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി SSIPL എന്ന ഫുഡ്വെയർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ 3 മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ 100 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇത് ഹിന്ദുസ്ഥാൻ ഫുഡ്സിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കമ്പനി ഉടൻ തന്നെ ഫുഡ്വെയർ പ്രൊഡക്ഷൻ കൂടി ആരംഭിക്കും. KNS ഷൂ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിലാണ്, അല്ലെങ്കിൽ KNS ഷൂ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയുടെ കീഴിലാണ് ഹിന്ദുസ്ഥാൻ ഫുഡ്സ് എന്ന കമ്പനി ഫുഡ്വെയർ മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കുന്നത്. SSIPL എന്ന കമ്പനിയുടെ 3 മാനുഫാക്ചറിംഗ് പ്ലാന്റാണ് KNS ഷൂ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അക്വയർ ചെയ്തത്. SSIPL എന്ന കമ്പനി ഷൂ ആൻഡ് സ്നിക്കർ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. 1995 മുതലേ കമ്പനി ഈ സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല പ്രമുഖ വേൾഡ് ക്ലാസ് ബ്രാൻഡുകളായ അഡിഡാസ്, പൂമ പോലുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ കോൺട്രാക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് SSIPL എന്ന കമ്പനി. ഈ കമ്പനിയുടെ 3 മാനുഫാക്ചറിംഗ് പ്ലാന്റും വേൾഡ് ക്ലാസ് നിലവാരത്തിലുള്ളതായിട്ടാണ് എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്.
ഇതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ഫുഡ്സ് എന്ന കമ്പനിക്ക് ഫുട്വെയർ സെഗ്മെൻറ്റിലെ മേക്ക് ഇൻ ഇന്ത്യ ഓപ്പർച്യൂണിറ്റിയും PLI ബെനിഫിറ്റും നേടാൻ സാധിക്കും. ഇതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 500 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുകയും സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വരികയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് വീണ്ടും 508 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 550, 600 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. 480, 490 തുടങ്ങിയ ലെവലുകളായിരിക്കും സപ്പോർട്ടായി പ്രവർത്തിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് PNB ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് സ്റ്റോക്ക് 20% ഉയർന്ന് 785 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 13.73, 52 വീക്ക് ഹൈ 913, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. മോർഗൻ സ്റ്റാൻലി എന്ന ബ്രോക്കേജ് ഏജൻസി PNB ഹൗസിംഗ് ഫിനാൻസിന് ബൈ എന്ന റേറ്റിംഗും 8% അപ്സൈഡിൽ 970 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്. കമ്പനി അതിൻ്റെ ലോൺ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ടും അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതോടൊപ്പവും അതുപോലെ തന്നെ റിസോഴ്സ് പ്രൊഫൈൽ ഡൈവേഴ്സിഫൈ ചെയ്യുകയും കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ പൊസിഷൻ സ്ട്രെങ്ത് ചെയ്യുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി PNB ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി മാത്രമല്ല, മറ്റു പല റേറ്റിംഗ് ഏജൻസികളും PNB ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ ബുള്ളിഷാണ്. കെയർ എന്ന റേറ്റിംഗ് ഏജൻസിയും ICRA എന്ന റേറ്റിംഗ് ഏജൻസിയും PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ ലോങ് ടേം റേറ്റിംഗിനെ AA അല്ലെങ്കിൽ സ്റ്റേബിൾ എന്ന കാറ്റഗറിയിൽ നിന്നും AA+ അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നതും കമ്പനിയുടെ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷനുമാണ് റേറ്റിംഗ് ഏജൻസികൾ അവരുടെ റേറ്റിംഗ് ഇംപ്രൂവ് ചെയ്തതിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം 8% ഗ്രോസ് NPA ഉള്ള കമ്പനിയുടെ ഗ്രോസ് NPA 1.73% ഇടിഞ്ഞിരുന്നു. കൂടാതെ അതിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യുകയും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കോസ്റ്റും കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഈ രണ്ട് റേറ്റിംഗ് ഏജൻസി കൂടാതെ ഇന്ത്യ റേറ്റിംഗ് എന്ന റേറ്റിംഗ് ഏജൻസിയും PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ റേറ്റിംഗ് സ്റ്റേബിളിൽ നിന്നും പോസിറ്റീവ് എന്ന ഔട്ട്ലുക്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. റേറ്റിംഗ് ഉയർത്താനുള്ള കാരണമെല്ലാം സെയിം തന്നെയാണ്. കൂടാതെ ഹൈ ഇൻട്രസ്റ്റ് മാർജിനും ഹൈ ഈൽഡും ഇംപ്രൂവ്ഡ് പ്രോഫിറ്റബിലിറ്റിയും ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻ്റർനാഷണൽ ബ്രോക്കേജും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് റേറ്റിംഗ് ഏജൻസിയും PNB ഹൗസിംഗ് ഫിനാൻസിന് ഹയർ സൈഡിലുള്ള ടാർഗറ്റും ഉയർന്ന റേറ്റിംഗും നൽകുന്നത്. 785 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 800 പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കും. 900 സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ്. ഇവിടെ 600 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.